നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സമീപകാലത്തൊന്നും കാണാത്ത വിധത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് കൂപ്പുകുത്തുന്ന ഈ ഘട്ടത്തിൽ രക്ഷക വേഷത്തിൽ ആരാധകരെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എർലിംഗ് ഹാലൻഡ് ആണ്. ഗോളുകൾ അടിച്ചുകൂട്ടി ഗോൾ മെഷീൻ എന്ന് പേര് സമ്പാദിച്ച താരം പക്ഷേ ഇപ്പോൾ ആ ഗോളടി മികവ് അതുപോലെ പുലർത്തുന്നത് കാണാൻ കഴിയുന്നില്ല. ഗോൾ മെഷീൻ സ്വിച്ച് ഓഫ് ആയ മട്ടാണ്. അദ്ദേഹം തന്നെ ഇന്നത്തെ ആസ്റ്റൺ വില്ലക്കെതിരെയുള്ള 2-1 തോൽവിക്ക് ശേഷം ഈ കാര്യത്തിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. നോക്കുക, നിലവിൽ ഇപ്പോഴും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്താൽ ഈ സീസണിൽ ഒന്നാം സ്ഥാനത്ത് എർലിംഗ് ഹാലൻഡ് ആണ്. എർലിംഗ് ഹാലൻഡും മോസലയും 13 ഗോളുകളുമായിട്ട് നിൽക്കുന്നു. പക്ഷെ അത് ഓഗസ്റ്റിലും സെപ്റ്റംബറിലുമായിട്ട് ഗോളടിച്ചു കൂട്ടിയതിൻ്റെ ഫലമാണ്. അതിനുശേഷം അതേ മികവിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവസാനമായി കളിച്ച 6 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് എർലിംഗ് ഹാലൻഡ് നേടിയത് ഒരേ ഒരു ഗോളായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഹാലൻഡ് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ആസ്റ്റൺ വില്ലയ്ക്കെതിരെയുള്ള കളിക്ക് ശേഷം അദ്ദേഹം പറയുകയാണ്, ആസ്റ്റൺ വില്ലയ്ക്ക് മികച്ച താരങ്ങളുണ്ട്. ഇവിടെ വന്നുകൊണ്ട് ആസ്റ്റൺ വില്ലയുടെ മൈതാനത്ത് വന്നുകൊണ്ട് കളിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഞങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ്, ഞങ്ങൾക്ക് മികച്ച പ്രകടനം നടത്തണമായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുന്നു, ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ. പിന്നെ എൻ്റെ കാര്യത്തിൽ ആദ്യം ഞാൻ നോക്കുന്നത് എന്നിലേക്ക് തന്നെയാണ്. ഫസ്റ്റ് ഐ ആം ലുക്കിംഗ് അറ്റ് മൈസെൽഫ്. കാരണം ഞാൻ അത്ര മികച്ച രൂപത്തിലല്ല ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ്റെ ചാൻസുകൾ, എനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഞാൻ സ്കോർ ചെയ്യുന്നില്ല. സോ എനിക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് ചെയ്തേ പറ്റൂ. ഐ ഹാവൻറ്റ് ബീൻ ഗുഡ് ഇനഫ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. TNT സ്പോർട്സിനോടാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചത്. അവരാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത്. എന്തായാലും എർലിംഗ് ഹാലൻഡ് വലിയ നിരാശയിലാണ്. തനിക്ക് തൻ്റെ മികവിൽ കളിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ അദ്ദേഹം തിരിച്ചറിയുന്നു. അത് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. വരും മത്സരങ്ങളിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് അദ്ദേഹത്തിൽ നിന്നും സിറ്റി ടീമിൽ നിന്നും ആരാധകർ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.